രാത്രി റൂമിലേക്ക് വന്ന സിദ്ധു കാണുന്നത് ഹെഡ് ബോർഡിൽ ചാരി എന്തോ കാര്യമായി ആലോചിക്കുന്ന സാക്ഷിയാണ്. എന്താടി വയ്യ എന്ന് പറഞ്ഞിട്ട് കിടക്കാതിരിക്കുന്നത്? എന്തേലും വേണോ നിനക്ക്? ഒന്നുമില്ല, എനിക്കൊരു കെട്ടിയോനുണ്ട്. അങ്ങേർക്ക് ഈ പാവം ഭാര്യയെ ശ്രദ്ധിക്കാൻ സമയമില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. അതൊന്ന് ആലോചിച്ചിരുന്നതാ. എനിക്കുമുണ്ടൊരു ഭാര്യ. അവൾക്ക് ഞാൻ കഴിച്ചോ കുടിച്ചോ എന്നറിയണ്ട. എൻ്റെ അനിയനെ നോക്കുന്നതിലാണ് ഉത്സാഹം. ഇനി കെട്ടിയോൻ മാറിപ്പോയോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ദേ മനുഷ്യ, റൂമിൽ വന്ന് കയറി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടോ. ഒരു കൊച്ചിൻ്റെ അച്ഛനായി എന്നിട്ടും പറയുന്നത് കേട്ടില്ലേ? ഇനി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തല അടിച്ച് പൊട്ടിക്കും ഞാൻ. ഒരു കെട്ടിയോനേ ഉള്ളൂ എന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടല്ലോ. സാക്ഷി കലിപ്പിച്ച് പറഞ്ഞതും സിദ്ധു കട്ടിലിരുന്ന് അവരുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. എന്താ കണ്ണേട്ടാ, എന്തു പറ്റി? എനിക്കറിയാം എന്തോ ഒരു വിഷമമുണ്ടെന്ന്. കാര്യം പറയേട്ടാ. ഒന്നുമില്ലേടി, എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. നീ ഇന്ന് രാവിലെ വിച്ചുവിനോട് പറയുന്നത് ഞാൻ കേട്ടു. ഡെലിവറി കോംപ്ലിക്കേഷൻ വന്ന് നീ മരിച്ചാലെന്ന്. തമാശയ്ക്ക് പോലും അങ്ങനെ പറയില്ലേ പെണ്ണെ. നീയില്ലാതെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഒരുപാട് നേരത്തെയാണ്? ഇപ്പോഴേ വേണ്ട. ബാക്കി പറയുന്നതിന് മുൻപ് സാക്ഷി അവൻ്റെ ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തിരുന്നു. നിമിഷങ്ങൾക്ക് ശേഷം സാക്ഷി അവനിൽ നിന്ന് അടർന്നു മാറുമ്പോൾ അവൻ നന്നായി കിതച്ചിരുന്നു. പറ്റുന്ന പണി ചെയ്താൽ പോരെ പെണ്ണെ. അല്ലെങ്കിൽ തന്നെ 4 അടി നടന്നാൽ ശ്വാസം മുട്ടലുള്ള ആളാണ്. ശ്വാസം മുട്ടുന്നത് അകത്ത് ഒരാളുള്ളതുകൊണ്ടല്ലേ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിച്ച് കൂട്ടിലെ കണ്ണേട്ടാ. നമ്മുടെ കുഞ്ഞാണ്. കുഞ്ഞുങ്ങളെ ദൈവം എപ്പോൾ തന്നാലും കയ്യും നീട്ടി വാങ്ങണമെന്നാണ് പറയുന്നത്. എന്നിട്ടും എൻ്റെ ക്ലാസ് കഴിയട്ടെ എന്ന് കണ്ണേട്ടൻ പറഞ്ഞില്ലേ? അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഞാനൊരു അമ്മയാകാൻ പോകുന്നു എന്ന് ഡോക്ടർ പറഞ്ഞ നിമിഷം മുതൽ എന്തുമാത്രം ഞാൻ സന്തോഷിച്ചു എന്ന് കണ്ണേട്ടൻ അറിയോ? കണ്ണേട്ടൻ്റെ ചോര, നമ്മുടെ കുഞ്ഞ്. നിങ്ങളെ അച്ചായെന്ന് വിളിക്കുന്ന നിമിഷം എത്രയോ തവണ ഞാൻ സങ്കല്പിച്ചിരുന്നു. പിന്നെ ഡോക്ടറും പറഞ്ഞില്ലേ, നന്നായി ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. ഇനിയും ഇങ്ങനെ മുഖം വീർപ്പിക്കല്ലേ എൻ്റെ കണ്ണാപ്പി. പിന്നെ വിച്ചുവിനെ നോക്കുന്നു, ഏട്ടനെ ശ്രദ്ധിക്കുന്നില്ല എന്ന പരാതി. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സഹിക്കുക. കൂടിപ്പോയ 5 വർഷം കൂടി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പരാതി കാണില്ല. അതെന്താ ഈ 5 വർഷത്തെ കണക്ക്? നീ നാടുവിടാൻ പോകുന്നോ? ഞാൻ നാടുവിടാനൊന്നും പോകുന്നില്ല. അപ്പോഴേക്കും വിച്ചുവും കല്യാണം കഴിച്ച് സെറ്റാകുമല്ലോ. അവൻ്റെ ലൈഫിലേക്ക് ഒരു പെണ്ണ് വന്നാൽ പിന്നെ ഞാൻ അവിടെ ഒരുപാട് ഇടപെടുന്നത് ശരിയല്ല. കണ്ണേട്ടൻ പറഞ്ഞതുപോലെ അവന് കുഴപ്പമില്ലെങ്കിലും ആ കുട്ടിക്ക് അത് ഇഷ്ടമായില്ലെങ്കിലോ? പിന്നെ അവൻ്റെ മാരേജ് കഴിഞ്ഞാൽ വിച്ചുവും പെണ്ണും തറവാട്ടിലേക്ക്, നമ്മളിവിടെയും. അങ്ങനെ മതി. ഈ കുഞ്ഞു തലയിൽ ഇത്ര ബുദ്ധിയോ? നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ സച്ചു? വർഷം 2 കെട്ടിയോനെ. പിന്നെ എല്ലാ പെൺകുട്ടികളും കല്യാണത്തിന് മുൻപ് കുട്ടിക്കളി തന്നെയാണ്. പക്ഷേ താലി കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അവർ ചിന്തിക്കുന്നതും പറയുന്നതുമെല്ലാം പഴയതുപോലെ ആയിരിക്കില്ല. വന്ന് കയറുന്ന പെണ്ണിനനുസരിച്ചിരിക്കും ആ വീട്ടിൽ പിന്നീടുള്ള സമാധാനം. ഇവിടെ വൈച്ചുവും ഞാനും കണ്ണേട്ടനും പറയുന്നത് പോലെ കന്നാസും കടലാസുമാണ്. പക്ഷേ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? കണ്ണേട്ടൻ വിച്ചുവിനോട് ക്ലോസ് ആകുന്നത് ഇഷ്ടമില്ലാത്ത പെണ്ണാണ് വന്നതെങ്കിൽ? ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ എനിക്കിപ്പോഴും കുട്ടിക്കളിയാണ്. പക്ഷേ ഏട്ടൻ്റെ ഫോൺ കോൾ വരുന്ന സമയത്തിൽ നിന്ന് കുറച്ച് മാറിയാലോ? ഒരു ദിവസം പറയാതെ ലേറ്റായിട്ട് വന്നാലോ ഉള്ള എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഏട്ടൻ അറിയോ? പെണ്ണിന് ഒരേ സമയം അമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെ ആകാൻ കഴിയും. പക്ഷേ അതിന് അവൾ മനസ്സ് വയ്ക്കണമെന്ന് മാത്രം. ബൈ ദ ബൈ, നമ്മൾ വിഷയത്തിൽ നിന്ന് കുറേ തെന്നി മാറി. എന്ത് കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ട് നിന്നത്? നിഷ്കുലുക്കിൽ സാക്ഷി ചോദിച്ചതും അവൻ അറിയാതെ ചിരിച്ചുപോയി. കാര്യമൊന്നുമില്ല. പിന്നെ നീ മെഡിസിൻ കഴിച്ചോ? അവൻ എടുത്തു തന്നിട്ടാ പോയേ. ഞാൻ കഴിച്ചില്ലെങ്കിലോ എന്ന് വിശ്വാസക്കുറവ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നീ എന്നോട് പിണങ്ങല്ലേ? അത് കാര്യം അറിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റൂ. പിന്നെ നാളെ ഓഫീസിൽ പോയി വരുമ്പോൾ പൊറോട്ടയും ചിക്കനും വാങ്ങി വരണേ. അതൊക്കെ കൊണ്ടുവരാം. നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് പെണ്ണേ. ഓക്കെ പറ. എനിക്ക് ഒരാഴ്ചത്തേക്കൊന്ന് ബാംഗ്ലൂർ പോകണം. ഒറ്റയ്ക്കല്ല, കിച്ചു ചേട്ടനും ഉണ്ട് കൂടെ. ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ആണ്, പോയേ പറ്റൂ. അതിനെന്താ ഏട്ടാ, പോയിട്ട് വാ. വരുമ്പോൾ എനിക്ക് ബാംഗ്ലൂർ സ്പെഷ്യൽ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവന്നാൽ മതി. അവിടെ നല്ല മോഡേൺ പെൺകുട്ടികളുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം. ആരെങ്കിലും നോക്കിയെന്ന് ഞാൻ അറിഞ്ഞ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെയാണല്ലോ വരുന്നത്. അത് ഓർമ്മയുണ്ടായാൽ മാത്രം മതി. ഭീഷണി പോലെ സാക്ഷി പറഞ്ഞതും ഇത് എന്തിൻ്റെ കുഞ്ഞാണെന്ന പോലെ സിദ്ധു അവളെ സൂക്ഷിച്ചു നോക്കി.
നിനക്ക് സങ്കടമൊന്നുമില്ലേ പെണ്ണെ? സാധാരണ ഇങ്ങനെ പറയുമ്പോൾ ഏട്ടനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, ഞാനും വരും കൂടെ എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് എന്ത് പക്ഷേ? അവിടെ സ്ഥിരതാമസത്തിനല്ലല്ലോ പോകുന്നത്, മീറ്റിംഗ് അല്ലേ. പോയിട്ട് വാ, സൂക്ഷിച്ചാൽ മതി. ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ വരാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല ശ്രദ്ധ വേണം. മീറ്റിങ്ങിന് പോയിട്ട് പിന്നെ കണ്ണേട്ടൻ എന്നെ നോക്കി നടക്കേണ്ടി വരും. ഇവിടെ വൈച്ചുവും കോപവും ഉണ്ടല്ലോ. ഞാൻ ദച്ചുചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അവരിവിടെ വന്ന് നിൽക്കും. ആ, അപ്പോൾ നാളെ എൻ്റെ ദിക്കൂട്ടനും ഏട്ടത്തിയുടെയും നടുക്ക്. വാവ്, ഐ ആം ത്രിൽഡ്. രാത്രിയിൽ ആരോ ഡോറിൽ മുട്ടുന്നത് കേട്ടാണ് വിച്ചു കതക് തുറന്നത്. മുന്നിൽ തന്നെ ഗോപുവിനെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. നമുക്കൊന്ന് ബാൽക്കണിയിൽ നിൽക്കാൻ വിച്ചേട്ടാ, പ്ലീസ്. എനിക്ക് ഒറ്റയ്ക്ക് പേടിയാണ്. പ്രതീക്ഷയോടെയുള്ള അവളുടെ നോട്ടം കണ്ടില്ല എന്ന് നടിക്കാൻ അവന് കഴിഞ്ഞില്ല. ബാൽക്കണിയിൽ കായലിൽ നിന്നുള്ള കാറ്റുകൊണ്ട് നിൽക്കുമ്പോൾ പറക്കുന്ന അവളുടെ ചെമ്പിച്ച മുടിയിലേക്ക് ആദ്യമായി കാണുന്നത് പോലെ അവൻ നോക്കി നിന്നു. എത്ര നേരം അങ്ങനെ നിന്നു എന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയില്ല. ഞാൻ പറയുന്നത് ഒന്ന് ക്ഷമയോടെ കേൾക്കണേ വിച്ചേട്ടാ, ദേഷ്യപ്പെട്ടു പോകല്ലേ. ഇനി ഒരിക്കലും ഇതും പറഞ്ഞ് ഞാൻ ശല്യത്തിന് വരില്ല. അപേക്ഷയോടെ ഗോപു പറഞ്ഞതും വിച്ചു അവളെ കേൾക്കാൻ എന്ന പോലെ ബാൽക്കണിയിലെ സോപാനത്തിലിരുന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? പെട്ടെന്ന് പറ, എനിക്കുറങ്ങണം. ഒരിക്കൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ഈ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അത് തിരുത്താൻ ഒരവസരം എനിക്ക് തന്നൂടെ? ആ വേദനയ്ക്കുള്ള മരുന്നാകാൻ. നീ ആരുമല്ലാത്തവൻ എന്ന് പറഞ്ഞ അതേ വിഷ്ണു തന്നെയാണ് ഞാൻ ഇപ്പോഴും. ആരുമില്ലാത്തവനിൽ നിന്ന് ഒരു ഏട്ടത്തി അധികം വന്നു, അത്രമാത്രം. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന പിന്നെ നിനക്ക് നീ ആഗ്രഹിച്ച പലതും കിട്ടിയില്ലെന്ന് വരും. തെറ്റുകൾ തിരുത്തി തരാൻ അമ്മയില്ല, സ്നേഹിക്കാൻ അച്ഛനില്ല. ആകെ എനിക്കുള്ളത് എൻ്റെ ചേട്ടനാണ്, പിന്നെ അമ്മയുടെ സ്ഥാനത്ത് ഏട്ടത്തിയും. നിന്നെ എനിക്കിഷ്ടമാണ്, അത് ഞാൻ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ വിവാഹം കഴിക്കുമെന്ന് ഞാൻ പറയില്ല. മംഗലത്തെ വീട്ടിലെ വിഷ്ണു ഒരു പെണ്ണിനെ എൻ്റെ പാതിയായി സ്വീകരിക്കുന്നെങ്കിൽ അത് എൻ്റെ ഏട്ടൻ പറയുന്ന പെണ്ണിനെ ആയിരിക്കും. എൻ്റെ ഏട്ടത്തിയെ മനസ്സുകൊണ്ട് അമ്മയുടെ സ്ഥാനത്ത് കാണാൻ പറ്റുന്ന ഒരാളെ. ഇഷ്ടമാണ് നിന്നെ ഒരുപാട്. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ നീ മനസ്സിലാക്കണം. ഇനിയൊരു ഡിപ്രഷൻ കൂടി താങ്ങാൻ വയ്യ. വിച്ചുവേട്ടൻ്റെ ഒറ്റപ്പെടൽ, അമ്മയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഇവരെല്ലാം ഉണ്ടായിട്ടും ഫ്ലാറ്റിലെ വീട്ടിൽ സെർവൻറ്റിൻ്റെ കൂടെ തള്ളി നീക്കിയ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ച് ഏട്ടന് ചിന്തിക്കാൻ പറ്റുമോ? സിദ്ധുവേട്ടനെ പോലെ ഒരു ചേട്ടനെ കിട്ടണേ എന്ന് എത്ര രാത്രി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നറിയോ? അതെങ്ങനെ അറിയാനാ? നിങ്ങൾക്കെന്നല്ല, ആർക്കും അറിയില്ല. പുറമേ നോക്കുമ്പോൾ ഗോപികയ്ക്ക് എല്ലാമുണ്ട്. അച്ഛനും അമ്മയും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഇട്ടുമൂടാൻ സ്വത്തുക്കൾ, ഒറ്റ മോള്. പക്ഷേ എൻ്റെ മനസ്സ് മാത്രം ആരും കണ്ടില്ല, കാണാൻ ശ്രമിച്ചില്ല. കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിൽ നിന്നെങ്കിലും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു തെറ്റാണോ? തെറ്റ് പറ്റിപ്പോയി. അതിന് 1000 തവണ ഞാൻ സോറി പറഞ്ഞു. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണമെന്ന് എനിക്കറിയില്ല. നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തന്നെ അഡ്മിഷൻ എടുത്തത്. കോളേജിലും വീട്ടിലും കൂടി വിച്ചേട്ടൻ എന്നെ സഹിക്കേണ്ട. 2 ദിവസത്തിനുള്ളിൽ ഞാൻ കോളേജ് ഹോസ്റ്റലിലേക്ക് മാറും. ആർക്കും ഒരു ബുദ്ധിമുട്ടാകില്ല. സമയം ഒരുപാടായി, കിടന്നോ. ഇനി ഉറക്കം കൂടി ഞാൻ കളഞ്ഞു എന്ന് വേണ്ട. രാത്രി സാക്ഷി തട്ടി വിളിച്ചപ്പോൾ എന്തോ അത്യാവശ്യമെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് സിദ്ധു കാണുന്നത് തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ്. എന്താ സച്ചു ഇത്? ഞാൻ എത്ര പേടിച്ചു പോയെന്നറിയോ? എന്താ പറ്റിയേ? എനിക്ക് ദോശയും മുട്ടയും വേണം കണ്ണേട്ടാ. നമുക്ക് തട്ടുകടയിൽ പോകാം. രാത്രി 1 മണിക്കാണോടി പുല്ലേ നിന്റെ തട്ടുകടയും ദോശയും? മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയേ സച്ചു. രാവിലെ വാങ്ങിത്തരാം ഞാൻ. കണ്ടോ വാവേ, നിന്റെ അച്ഛന് നമ്മളോട്. ബാക്കി പറയുന്നതിന് മുൻപേ സിദ്ധു അവളുടെ വാ പൊത്തി. കുഞ്ഞ് നിന്റെ വയറ്റിൽ കിടക്കുന്നതിന് ഇങ്ങനെ അഹങ്കരിക്കരുത് പെണ്ണേ നീ. എന്തൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിലും ഉടനെ അവസാനത്തെ അടവ്, വാവയോട് പരാതി പറച്ചിൽ. ഇനി രാത്രി നിനക്ക് ദോശ വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞ് പരാതി വേണ്ട. പോയി സെറ്റർ എടുത്തിട്ട് വാ. കാറിലല്ലേ പോകുന്നത്? എനിക്ക് വേണ്ട അതൊന്നും. അത് നീ തീരുമാനിച്ചാൽ മതിയോ? കാറിൽ കയറിയിട്ട് പിന്നെ ഗ്ലാസ് താഴ്ത്തി തല പുറത്തേക്കിടലല്ലേ നിന്റെ മെയിൻ ജോലി. പറയുന്നത് അനുസരിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ പാർസൽ വാങ്ങി വരും. ഞാൻ സ്വെറ്റർ ഇട്ടോളാം. പിന്നെ വൈച്ചുവിനെ വിളിക്കട്ടെ. രാത്രി അവനെങ്കിലും ഒന്ന് നന്നായി ഉറങ്ങട്ടെ. തമ്പുരാട്ടി വാ, പോയിട്ട് വരാം. രാവിലെ മനുഷ്യന് ഓഫീസിൽ പോകണം. ഒരാഴ്ചയെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ പോയ സിദ്ധുവും കിരണും
തിരിച്ചു വന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. തിരിച്ചുള്ള യാത്രയിൽ സിദ്ധു പതിവിലും സൈലന്റ് ആയിരുന്നു. നീ ആ കാര്യം ഓർത്ത് ഇങ്ങനെ ടെൻഷൻ ആകേണ്ട കാര്യമില്ല സിദ്ധു. എന്തായാലും ഈ സമയം സച്ചിയോടൊന്നും പറയാൻ നിൽക്കണ്ട. അവൾക്ക് 7-ാം മാസം ആയില്ലേ. വെറുതെ ടെൻഷൻ കൂട്ടിയാൽ അത് കുഞ്ഞിനെ ബാധിക്കും. ഡെലിവറി എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ പറഞ്ഞാൽ മതി. പിന്നെ എന്നായാലും സച്ചി എല്ലാം അറിയും. അത് നീ പറഞ്ഞു തന്നെ അറിയുന്നതാണ് നല്ലത്. മറ്റൊരാൾ വഴി അറിഞ്ഞാൽ എന്തുകൊണ്ട് നീ അവളിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു എന്നൊരു ചോദ്യം വരും. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ കിച്ചുവേട്ടാ, മനസ്സിലായി. എന്തായാലും ഡെലിവറി കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയുന്നുള്ളൂ. വെറുതെ റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് സച്ചിയുടെ വീട്ടിലേക്ക് പോവുമോ അതോ? അവളുടെ അമ്മ വിളിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയും പോകുന്നില്ല. സച്ചിയോട് അവർക്ക് സ്നേഹമാണെങ്കിലും ഞാനുമായി അത്ര നല്ല കണക്ഷനിലല്ലല്ലോ. കാണുമ്പോൾ സംസാരിക്കുമെന്നല്ലാതെ മോനെന്നുള്ള പരിഗണനയൊന്നുമില്ല. അങ്ങനെയുള്ള വീട്ടിൽ എന്നും ഞാൻ കുഞ്ഞിനെ കാണാൻ പോകുന്നത് തന്നെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവരാരെയും നോക്കിയല്ലോ സച്ച് പ്രഗ്നൻ്റ് ആയത്. ഞാനൊരു ചേച്ചിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർ വന്ന് നോക്കും 2 മാസം അവളെയും കുഞ്ഞിനെയും. അവൾക്ക് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയോ നീയെ? അതെല്ലാം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരാഴ്ച എന്ന് പറഞ്ഞു പോയിട്ട് 2 ആഴ്ച ആയില്ലേ. അതിൻ്റെ പിണക്കം മാറ്റാൻ ഞാൻ കുറേ പാടുപെടും. കിച്ചു ചേട്ടന് പിന്നെ സുഖമല്ലേ, ചേച്ചി ഒന്നും പറയില്ലല്ലോ. ശരിയാ, ഒന്നും പറയില്ല. അവളുടെ കൈയായിരിക്കും പ്രവർത്തിക്കുന്നത്. കയ്യിൽ കിട്ടുന്നത് കൊണ്ട് എറിയും ആ പെണ്ണ്. ഇപ്പോൾ തന്നെ എൻ്റെ 2 ട്രോഫികൾ ആ വീട് തിരിച്ചു വെച്ച് കാണും. ആഹാ, ഒരേ വണ്ടിയിലെ യാത്രക്കാർ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ചെറുചിരിയോടെ സിദ്ധു പറഞ്ഞതും അതേന്ന രീതിയിൽ കിച്ചുവും ചിരിച്ചു. വീട്ടിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ സിദ്ധു കാണുന്നത് ബലൂൺ പോലെ മുഖവും വീർപ്പിച്ചിരിക്കുന്ന സാക്ഷിയാണ്. കൂടെ തന്നെ വിച്ചു ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സിദ്ധു അകത്തേക്ക് കയറിയതും സാക്ഷി ഒന്നും മിണ്ടാതെ റൂമിൽ കയറി കിടന്നു. എന്താടാ നിന്റെ അമ്മാളുവിൻ്റെ മുഖം ഒരു കുത്തു കൊടുത്താൽ ഇപ്പോൾ പൊട്ടിപ്പോവുമല്ലോ. റൂമിൽ ഒലക്ക എന്തെങ്കിലും അവൾ എടുത്തു വെച്ചിട്ടുണ്ടോ? ഒലക്കയൊന്നുമില്ല, പുതിയ പൗഡർ ടിന്നുണ്ട്. അതുകൊണ്ട് അടികിട്ടാതെ നോക്കിയാൽ മതി. ഒരാഴ്ച എന്ന് പറഞ്ഞു പോയിട്ട് ഇത്ര ദിവസമായില്ലേ. അതിൻ്റെ വിഷമമാണ് അമ്മാളുവിന്. ആദ്യമൊന്നും ഉറക്കമില്ലായിരുന്നു. ഫുഡ് കഴിച്ചതൊക്കെ കണക്കാ. പോയി കിട്ടുന്നത് വാങ്ങിക്കോ. ഒന്നിനും ഞാൻ ഉത്തരവാദിയല്ല. സ്നേഹമില്ല തനിയൻ. അങ്ങോട്ട് മാറി നിൽക്കണം മിച്ചർ. പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാറിൻ്റെ പുറകിലുണ്ട്, പോയി എടുത്തോണം. 2 പേർക്കും ഉള്ളത്. പിന്നെ ഗോപു പോയിയല്ലേ, അവൾ എന്നെ വിളിച്ചായിരുന്നു. നീ എന്തെങ്കിലും പറഞ്ഞോ ആ പാവത്തിന്? ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം സ്വന്തം ഇഷ്ടമല്ലേ. അവിടെ മറ്റുള്ളവർ പറയുന്നതിന് എന്ത് പ്രസക്തി? അവൾ ഹോസ്റ്റലിൽ പോകുക എന്ന് പറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും കോളേജിൽ അവളെയൊന്നും ശ്രദ്ധിക്കണേ. ആദ്യത്തെ കാര്യം, പെണ്ണിന് മലയാളം പോലും നന്നായി അറിയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെയാണെന്നും ശനിയും ഞായറും ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. വന്ന ഉടനെ ആ പെണ്ണിൻ്റെ കാര്യം പറഞ്ഞു നിൽക്കാതെ അകത്ത് പിണങ്ങിപ്പോയ ആളിനെ പോയി നോക്ക് മനുഷ്യ. അല്ലെങ്കിൽ പിന്നെ അത് മതി പിണക്കം കൂടാൻ. ഓഫ്, ഞാൻ പോയി കിട്ടാനുള്ളതെല്ലാം വാങ്ങിയിട്ട് വരാം. എണ്ണത്തോണിയിൽ മുങ്ങി കുളിക്കേണ്ടി വരുമോ ആവോ? എന്താ തെച്ചുവേട്ടാ ഇത്ര ആലോചന? നാളെ ഓഫീസിൽ പോകണ്ടേ? രാത്രിയിൽ മുറ്റത്ത് നിന്ന് ദീക്ഷിതിനെ തിരക്കി വന്നതായിരുന്നു ആരും. ഒന്നുമില്ല, ഞാൻ വെറുതെ വീട്ടിലെന്താ? അച്ഛനും അമ്മയ്ക്കും എന്തേലും? ഏയ് അതല്ല, അച്ഛനിപ്പോൾ പണ്ടത്തെ പോലെ ആക്റ്റീവ് അല്ല എന്ന് അമ്മയ്ക്ക് പരാതി. ഓഫീസിൽ പോയി വന്നാൽ പിന്നെ എവിടെയെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും ആലോചിച്ചിരിക്കും പോലും. അമ്മയോട് പോലും ആവശ്യത്തിന് മാത്രം സംസാരം. ഇടയ്ക്ക് കുഞ്ഞിക്ക് സുഖാണോ എന്ന് ചോദിക്കും പോലും. പിന്നെ നമ്മുടെ കാര്യവും. ഇനിയും ഈ വാശി വേണോ ഏട്ടാ? നമുക്ക് തിരിച്ചു പോകാം. സച്ചി ഡെലിവറി കഴിഞ്ഞ് അവിടേക്ക് വരട്ടെ. അതല്ലേ നാട്ടു നടപ്പും. ഞാൻ നോക്കാം അവളെ. നിനക്ക് തോന്നുന്നുണ്ടോ ആരോ സിദ്ധു അവളെ വിടുമെന്ന്? എന്താ വിടാതിരിക്കാൻ? സിദ്ധുവേട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, പ്രസവം കഴിഞ്ഞൊരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആവശ്യം അമ്മയാണ്. പണം കൊടുത്ത ആളെ നിർത്തിയാൽ അവർ വേണ്ടത് എന്തും ചെയ്തു കൊടുക്കുമെന്ന് എനിക്കും അറിയാം. പക്ഷേ അമ്മയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചേർക്കും, സ്നേഹം. ആ സ്നേഹത്തിന് പകരം ഈ ലോകത്ത് വേറെ ഒന്നിനുമില്ല. എനിക്കറിയാം, അവളോട് ഇടയ്ക്ക് അമ്മ അകൽച്ച കാണിച്ചിരുന്നു. പക്ഷേ ഇന്നതിൽ അമ്മ വിഷമിക്കുന്നുണ്ട്. തെറ്റ് തിരുത്താൻ ഒരവസരം കൊടുത്തൂടെ? ഇതിന് ഞാൻ എന്ത് പറയാനാ പെണ്ണെ? അവനല്ലേ തീരുമാനിക്കേണ്ടത്. നമുക്ക് പറയാനല്ലേ പറ്റൂ. ഈ കാര്യത്തിൽ തെച്ചുവേട്ടൻ ഇങ്ങനെ പാവമാകരുത്. പറയാനുള്ളത് സ്ട്രോങ് ആയി തന്നെ പറയണം. അച്ഛനും അമ്മയും ഇപ്പോൾ തന്നെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവളുടെ കുഞ്ഞിനെ കണ്ടെങ്കിലും ഹാപ്പി ആകട്ടെ. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രായം കൂടുകയാണ്. അത് നമ്മൾ ഓർക്കണം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
ഞാൻ എന്തായാലും സിദ്ധുവിനോട് പറയാം. ഇനി അവൻ ഒട്ടും സമ്മതിച്ചില്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരാം, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. എൻ്റെ നാത്തൂനെ നോക്കുന്നതിൽ എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? ഇത്ര നാള് ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചിരുന്നു? ഭദ്രകാളി പോലെ അർപ്പിത ചോദിച്ചതും ദീക്ഷിത് അവളെ 916 ചിരി ചിരിച്ച് കാണിച്ചു. കൂടുതൽ ചിരിച്ച് സോപ്പിടണ്ട, മര്യാദയ്ക്ക് നാളെ പോയി സംസാരിക്കണം. പിന്നെ അച്ഛനോടും അമ്മയോടും ഇവിടെ വന്ന് നിൽക്കാനും പറയണം. അവർ ആ വീട് വിട്ട് ഇവിടേക്ക് വരില്ല എന്നറിയാം, പക്ഷേ വിളിക്കേണ്ട മര്യാദ നമുക്കുണ്ട്. നീ ആ അച്ഛൻ്റെയും അമ്മയുടെയും തന്നെ മോളാണോ ആരു? ദേ മനുഷ്യ, ആവശ്യമില്ലാതെ കാര്യം പറയല്ലേ. ഞാനൊരു അനാഥയാണ്. എന്തേ? ഒന്നുമില്ലേ. നിന്റെ അച്ഛനും അമ്മയും എങ്ങനെ എൻ്റെ കുഞ്ഞിക്ക് പണിയാമെന്ന് ആലോചിക്കുന്നു. നീയാണെങ്കിൽ അവളെ ചേർത്ത് പിടിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. സച്ചി എൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് വരുന്നത് ഞാൻ എന്ത് സ്വപ്നം കണ്ടിരുന്നു എന്നറിയോ? നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് ആരു പറഞ്ഞതും ദീക്ഷിത് വല്ലാതെയായി. ആരു, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല തെച്ചേട്ടാ. ഓർമ്മ വെച്ച നാള് മുതൽ ഞാനും സച്ചിയും എന്തിനും ഒരുമിച്ചാണ്. അവളോട് എൻ്റെ അമ്മ സംസാരിക്കില്ലായിരുന്നു എങ്കിലും അതൊന്നും ഞങ്ങളുടെ സൗഹൃദത്തെ ബാധിച്ചിരുന്നില്ല. ദച്ചുവേട്ടനോടുള്ള എൻ്റെ ഇഷ്ടം പ്രണയമാണെന്ന് തിരിച്ചറിയുന്നതിനു മുൻപേ ഞാൻ സ്വപ്നം കണ്ടിരുന്നു എൻ്റെ അപ്പുവേട്ടൻ്റെ പെണ്ണായി സച്ചി വരുന്നത്. ഒരിക്കൽ അപ്രതീക്ഷിതമായിട്ടാണ് അപ്പുവേട്ടൻ എന്നോട് ചോദിച്ചത്, സച്ചിയെ അപ്പുവേട്ടൻ്റെ പെണ്ണായി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ എന്ന്. അത് കേട്ടപ്പോഴേ ഞാൻ ഡബിൾ ഹാപ്പി. ആ സന്തോഷം ദച്ചുവേട്ടനോട് പറയാൻ പോയപ്പോൾ തടഞ്ഞത് അപ്പുവേട്ടൻ തന്നെയാണ്. നമ്മുടെ അമ്മയുടെ കാര്യമൊക്കെ നിനക്കറിയാലോ മോളെ. ഇപ്പോഴേ ഒന്നും പറയാൻ നിൽക്കണ്ട. ഏട്ടൻ പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലിൽ നിൽക്കട്ടെ, എന്നിട്ട് പറയാം സച്ചിയോട്. അതുവരെ ഇത് നീയും ഞാനും മാത്രം അറിയുന്ന സീക്രട്ട്. ദച്ചുവിനോട് പോലും പറയരുത്. സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം. പ്രാമിസ് ചെയ്യും. പ്രാമിസ്. പിന്നീട് ഒരിക്കൽ സച്ചി തന്നെ എന്നോട് പറഞ്ഞു അവൾക്ക് അപ്പുവേട്ടനെ ഇഷ്ടമാണെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് എത്ര സന്തോഷമായെന്നറിയോ? അപ്പുവേട്ടൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ അതേ വിഷയത്തിൽ ചേർന്നത് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ അത്യാവശ്യം നല്ല ക്ലോസ് ആയിരുന്നു കോളേജിൽ. പെട്ടെന്നാണ് അപ്പുവേട്ടൻ്റെ സ്വഭാവം മാറിയത്. എന്നോട് സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്ന ഏട്ടൻ പിന്നീട് എന്തിനും ദേഷ്യമായി. സച്ചിയെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു. ഒരിക്കൽ അവളോട് എന്തോ മോശമായി സംസാരിക്കുകയും ചെയ്തു. ആ സമയത്താണ് സിദ്ധുവേട്ടൻ ഞങ്ങളോട് കമ്പനി ആയത്. സച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടായി ഏട്ടൻ. ഓരോ തവണയും അപ്പുവേട്ടൻ അവളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ ആ വേദനയ്ക്ക് മരുന്നായത് സിദ്ധുവേട്ടനാണ്. പിന്നെ കോളേജിൽ വെച്ച് നടന്ന ഇഷ്യൂ. അമ്മയുടെ വാക്ക് കേട്ട് ഞാനും അവളിൽ നിന്ന് അകന്നു. അത്രത്തോളം സച്ചിയെ വെറുത്തു എന്ന് അപ്പുവേട്ടൻ പറഞ്ഞപ്പോഴും അവളുടെ കല്യാണത്തിന് ഏട്ടൻ്റെ വിഷമം ഞാൻ കണ്ടതാണ്. അടുത്ത ദിവസം തന്നെ എന്തോ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഡൽഹിക്ക് പോവുകയും ചെയ്തു. പിന്നീട് ആ ദിവസം ഏട്ടൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയാണെന്ന്. എന്തിനാ തെച്ചുവേട്ടാ എൻ്റെ അപ്പുവേട്ടൻ അങ്ങനെ ചെയ്തത്? എവിടെയെങ്കിലും പോയി ജീവിക്കായിരുന്നില്ലേ സ്നേഹിച്ച പെണ്ണിനൊപ്പം? ഇതിപ്പോൾ ആരുമില്ലാത്തവനെ പോലെ ഒറ്റയ്ക്ക് ബാംഗ്ലൂരിൽ. സഹിക്കുന്നില്ല എനിക്ക്. എൻ്റെ ഏട്ടനല്ലേ. ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ആരും. ഈ ജന്മത്തിൽ കുഞ്ഞിയെ അവന് വിധിച്ചിട്ടില്ലായിരിക്കും. സച്ചിയെ കൊല്ലുമെന്ന് മാത്രമാണ് പ്രതാപ് അങ്കിൾ പറഞ്ഞതെങ്കിൽ അവൻ നല്ല അന്തസ്സായി അവളെ വിളിച്ചിറക്കി കൊണ്ടുപോയേനെ. എന്നിട്ട് ആരും അറിയാത്ത ഒരിടത്ത് പോയി ജീവിച്ചേനെ. പക്ഷേ എന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞതാണ് അവനെ എല്ലാത്തിൽ നിന്നും വിലക്കിയത്. മറ്റാരേക്കാളും പ്രതാപ് അങ്കിളിനെ അവനറിയാം. പണത്തിന് വേണ്ടി ആരെയും എന്തും ചെയ്യാൻ മടിക്കില്ല അയാൾ. ആദ്യം അച്ഛനെ പോലെയല്ലേ നമ്മൾ അയാളെ കണ്ടിരുന്നത്. പക്ഷേ പിന്നീട് സിദ്ധു പറഞ്ഞു, ഞാൻ അറിഞ്ഞു അയാളുടെ ഓരോ ലീലാവിലാസങ്ങൾ. പണത്തിന് വേണ്ടിയാണെങ്കിൽ സച്ചിയെ അപ്പുവേട്ടൻ കല്യാണം കഴിക്കുന്നതല്ലായിരുന്നോ നല്ലത്? അപ്പോൾ പിന്നെ ഒന്നും പുറത്തു പോകില്ലല്ലോ. അതെ, അതായിരുന്നല്ലോ അവരുടെ ആദ്യത്തെ പ്ലാനും. പക്ഷേ കുഞ്ഞിയുടെ അമ്മ വേറെയല്ലേ. അവളുടെ അമ്മ മോശപ്പെട്ട സ്ത്രീയായിരുന്നു. അങ്ങനെയുള്ളവളുടെ മകൾ തൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് അവർ കല്യാണം വേണ്ട എന്ന് വെച്ചത്. ഇതൊക്കെ ഞാൻ ഒരു ദിവസം യാദൃശ്ചികമായി അച്ഛൻ പറഞ്ഞറിഞ്ഞതാ. പിന്നെ അവളെ ഏതെങ്കിലും നല്ല ചെക്കൻ കെട്ടിയാൽ പിന്നെ സ്വത്തുക്കൾ അവനും കൂടി അവകാശപ്പെട്ടതല്ലേ. അങ്ങനെ അയാളുടെ തലയിൽ വന്ന പ്ലാനാണ് അവിഹിതം. അതിലവർ ജയിച്ചു. പക്ഷേ ബുദ്ധി കൂടിയവർ അടുത്ത് നിന്നവനെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് നിന്റെ അച്ഛൻ്റെ സ്വത്തും അവൻ്റെ കയ്യിലിരിക്കുന്നു. ശരിക്കും സച്ചിയുടെ അമ്മയല്ലല്ലോ, ചന്ദ്രനങ്കളല്ലേ മോശപ്പെട്ടവനാകേണ്ടത്. ഒരേ സമയം 2 സ്ത്രീകൾ. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ലല്ലോ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്ത ആഴ്ച ഞാൻ ബാംഗ്ലൂർ പോകുന്നുണ്ട്, അപ്പുവിൻ്റെ അടുത്തേക്ക്. നീ അകത്തേക്ക് വാ. ഇനിയും ഇവിടെ നിന്ന് തണുപ്പ് കൊള്ളണ്ട. സിദ്ധു റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് കട്ടിലിൻ്റെ ഒരു സൈഡ് ചേർന്നിരിക്കുന്ന സാക്ഷിയാണ്. സച്ചുമോളെ, നിന്റെ കണ്ണേട്ടം വന്നടി. ഇതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകാൻ പോയപ്പോഴാണ്
ഒരു പൗഡർ ടിൻ പറന്നു വന്നത്. കണ്ണേട്ടനല്ല, കിണ്ണേട്ടൻ. ഇറങ്ങിപ്പോടാ മാക്രി എൻ്റെ റൂമിൽ നിന്ന്. എനിക്ക് നിങ്ങളെ കാണണ്ട. ആ വൈച്ചു പറഞ്ഞതാ ശരി. കള്ള കണ്ണൻ്റെ ചിരി കണ്ടില്ലേ? സത്യം പറ മനുഷ്യ, നിങ്ങൾക്ക് ബാംഗ്ലൂർ വേറെ ഭാര്യയില്ലേ? മുഴുവൻ ലിസ്റ്റ് തന്നിട്ട് ഈ മുറിയിൽ കയറിയാൽ മതി.